ഇരുവ്യൂഹങ്ങളും കൂട്ടിമുട്ടുകയും കൗരവരെ വീഴ്ത്തുവാനായി കൗരവരുടെ വ്യൂഹത്തിന്റെ നടുക്കോട്ട് ഭീമസേനൻ ഒറ്റയ്ക്ക് കയറിപ്പോവുകയും ചെയ്തു. ഇതിൽ വ്യാകുലതനായ ദൃഷ്ടദ്യുമ്നൻ അദ്ദേഹത്തിന്റെ പിന്നാലെ പോയി ദിവ്യാസ്ത്ര പ്രയോഗം കൊണ്ട് കൗരവരെ ഉറക്കിക്കെടുത്തി. എന്നാൽ ഈ സമയത്ത് കൃത്യസമയത്ത് തന്നെ ദ്രോണാചാര്യർ വന്ന് കൗരവർക്ക് ബോധം തിരിച്ചു നൽകുകയും ഇവരെല്ലാവരും കൂടെ കൂട്ടമായി പോരാടുകയും ചെയ്തു. ഇതിൻ്റെ കൂട്ടത്തിൽ അഭിമന്യുവിൻ്റെ നേതൃത്വത്തിൽ കേകയ രാജകുമാരന്മാരും ഉപപാണ്ഡവരും ദൃഷ്ടകേതുവും കൂടെ അവിടെ എത്തുകയും ചെയ്തായിരുന്നു അല്ലേ. എന്നിട്ട് പിന്നെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടത് 6-ാം ദിവസത്തിൻ്റെ 1-ാം ഭാഗത്തിൽ നമ്മൾ കണ്ടത് ദ്രോണാചാര്യർ കൗരവപ്പടയെ ഉറപ്പിക്കുന്നതായിരുന്നു. എന്നിട്ട് നമ്മൾ അവസാനിപ്പിച്ചത് ഭീമസേനനും ദുര്യോധനനും പരസ്പരം ആക്രമിക്കാൻ തയ്യാറായി നിൽക്കുന്ന ആ സമയം മുതലായിരുന്നു. കുരുക്ഷേത്ര യുദ്ധഭൂമിയിലെ 6-ാം ദിവസം പിന്നെ എന്തെല്ലാം സംഭവിച്ചു? നമുക്ക് കുരുക്ഷേത്രം എന്ന ഈ സീരീസിൻ്റെ 9-ാമത്തെ എപ്പിസോഡൊന്ന് നോക്കാം. നമസ്കാരം, ഞാൻ വൈശാഖ്. ടെലിസ്കോപ്പിലേക്ക് സ്വാഗതം. ഭീമസേനന് നേരെ ദുര്യോധനൻ ശക്തമായ അസ്ത്രങ്ങൾ അയക്കുകയാണ്. ഈ സമയം ദുര്യോധനൻ അയച്ച അസ്ത്രങ്ങളുടെ മൂർച്ച ദുര്യോധനന് ഭീമനോടുണ്ടായിരുന്ന ദേഷ്യമായിരുന്നോ എന്ന് തോന്നുന്ന രീതിയിലായിരുന്നു ആ അസ്ത്രപ്രയോഗം. ഭീമൻ ഉടനെ തന്നെ തൻ്റെ രഥത്തിൽ കയറിയിട്ട് ശക്തമായ തൻ്റെ വില്ലുയർത്തി എന്തിനും തയ്യാറായി നിൽക്കുന്നു. അപ്പോഴാണ് ഭീമൻ ശ്രദ്ധിക്കുന്നത് ദുര്യോധനൻ്റെ കൂടെ ദുര്യോധനൻ്റെ സഹോദരങ്ങളുമുണ്ട്. ഇത് കണ്ട ഭീമന് ദേഷ്യം വന്നിട്ട് ദുര്യോധനനും മറ്റ് ധൃതരാഷ്ട്രപുത്രന്മാരും നിൽക്കുന്ന സ്ഥലത്തേക്ക് തൻ്റെ രഥത്തിൽ പാഞ്ഞെടുത്തു. ഈ സമയം ദുര്യോധനൻ ഭീമന് നേരെ അസ്ത്രങ്ങൾ അയച്ചു. ഭീമൻ്റെ മർമ്മം പിളർക്കുന്ന രീതിക്കാണ് ആ അസ്ത്രങ്ങൾ അയച്ചത്. അസ്ത്രങ്ങൾ കൊണ്ട് ഭീമൻ അവിടെ ഒന്ന് നിന്നു. എന്നാൽ ആ സമയത്ത് അസ്ത്രങ്ങൾ കൊണ്ട വേദനയെക്കാട്ടിയും ഭീമൻ്റെ കണ്ണിലുണ്ടായിരുന്നത് ദേഷ്യമായിരുന്നു. ക്രോധം കൊണ്ട് ജ്വലിച്ച കണ്ണുകളോടുകൂടി ഭീമസേനൻ ദുര്യോധനനെയും കൗരവരെയും ഒന്ന് നോക്കി. എന്നിട്ട് ശക്തമായ തൻ്റെ വില്ലുയർത്തി ഒന്നിനു പിന്നാലെ ഒന്നായി 3 അസ്ത്രങ്ങൾ ഭീമൻ ദുര്യോധനന് നേരെ അയച്ചു. ആ 3 അസ്ത്രങ്ങളിൽ 2 എണ്ണം ദുര്യോധനൻ്റെ 2 കൈകളിലേക്ക് തറച്ചു. ഒരെണ്ണം ദുര്യോധനൻ്റെ നെഞ്ചിലേക്കും തറച്ചു. എല്ലാവരും അത്ഭുതത്തോടുകൂടിയും ഭയത്തോടുകൂടിയും ദുര്യോധനനെ നോക്കി. എന്നാൽ ദുര്യോധനൻ്റെ മുഖത്തൊരു ഭയമോ മുറിവേറ്റ വേദനയുടെ ഒരു ഭാവമോ ഒന്നുമില്ലായിരുന്നു. ദുര്യോധനൻ ഒരു അനങ്ങാപ്പാറയെപ്പോലെ, ഒരു പർവ്വതത്തിനെ പോലെ അവിടെ ആ നിപ്പ് നിന്നു. എല്ലാവർക്കും ഒരു അത്ഭുതം തോന്നി. ഇത് കണ്ടിട്ട് ശക്തി കൂടിയിട്ട് തന്നെ ആവണം ദുര്യോധനൻ്റെ സഹോദരന്മാരും ദുര്യോധനൻ്റെ കൂടെ കൂടി. എന്നാൽ ഭീമനും ദുര്യോധനനും തമ്മിലുള്ള ആ ഒരു പോരാട്ടം എല്ലാവരെയും അമ്പരപ്പിക്കുന്ന പോലെ ഒന്നായിരുന്നു. കാരണം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ അസ്ത്രങ്ങൾ അയച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാവരും നോക്കി നിൽക്കവേ യുദ്ധഭൂമിയുടെ ഒരു ഭാഗത്ത് ദുര്യോധനൻ്റെയും ഭീമസേനൻ്റെയും രഥങ്ങൾ ഇങ്ങനെ നിലയുറപ്പിച്ചിട്ട് പരസ്പരം ഇങ്ങനെ ആക്രമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇരുകൂട്ടരുടെയും രഥങ്ങളിൽ നിന്ന് അസ്ത്രങ്ങൾ ഇങ്ങനെ പോകുന്നതും കൂട്ടിമുട്ടുന്നതും പരസ്പരം പ്രഹരിക്കുന്നതും മാത്രമാണ് കാണാൻ കഴിയുന്നത്. ഉടനെ തന്നെ ദുര്യോധനൻ്റെ സഹോദരന്മാർക്ക് നേരത്തെ അവർ പറഞ്ഞ കാര്യം ഓർമ്മ വന്നു. ഭീമനെ കീഴ്പ്പെടുത്തണം, ഭീമനെ വീഴ്ത്തണം എന്നവർ നേരത്തെ പറഞ്ഞായിരുന്നു. അത് ഓർമ്മ വന്നിട്ട് ഇവർ കൂട്ടത്തോടുകൂടി ഭീമസേനന് നേരെ വന്നു. അവരെ എല്ലാവരെയും കൂടി ഒരുമിച്ച് കണ്ട ഉടനെ തന്നെ ഭീമസേനൻ അങ്ങോട്ടേക്ക് പാഞ്ഞു. എങ്ങനെയെന്ന് വെച്ചാൽ ഒരു കൂട്ടം മതയാനകൾക്ക് നേരെ ഒരു ഒറ്റയാൻ പാഞ്ഞു കയറുന്നത് പോലെയായിരുന്നു ആ ഒരു പോക്ക്. എന്നിട്ട് ഭീമസേനൻ കണ്ണിൽ കാണുന്ന കൗരവ രാജകുമാരന്മാരെ അത്രയും ആക്രമിക്കാൻ തുടങ്ങി. ഈ സമയത്ത് ഭീമസേനൻ്റെ വില്ലിൽ നിന്ന് പുറപ്പെട്ട ഒരു ഇരുമ്പസ്ത്രം ധൃതരാഷ്ട്രയുടെ പ്രശസ്ത പുത്രന്മാരിൽ ഒരാളായിട്ടുള്ള ചിത്രസേനൻ്റെ ദേഹത്ത് തറച്ചു. അങ്ങനെ ഭീമൻ അവിടെയുള്ളവരുമായി ഇങ്ങനെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് യുധിഷ്ഠിരൻ ഒരു ഉത്തരവും കൊടുത്താണല്ലോ അഭിമന്യുവിനെ അങ്ങോട്ട് വിട്ടത്, ഭീമൻ പോകുന്ന വഴിയിൽ നിൽക്കുക. ആ ഒരു ഉത്തരവിൽ അവിടെ എത്തിയ അഭിമന്യുവും അഭിമന്യുവിൻ്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന മറ്റ് 11 രഥികളും അവരാരൊക്കെയാണ്? 5 കേകയന്മാർ, 5 ഉപപാണ്ഡവന്മാർ, പിന്നെ ദൃഷ്ടകേതുവും. ഇവരും കൂടെ അഭിമന്യുവിൻ്റെ കൂടെ കൂടി ഭീമനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഇവർ 5 പേരും ഇവർ ഇത്ര പേരും 12 പേരും ഓരോ സൈഡുകളിലായിട്ട് വന്നിങ്ങനെ ഭീമൻ്റെ രഥത്തിൻ്റെ സൈഡുകളിലായിട്ട് അങ്ങ് നിന്നു. അങ്ങനെ ഭീമസേനൻ്റെ കൂടെ ആ 12 രഥങ്ങൾ വന്ന് നിൽക്കുകയാണ്. അതിലുള്ള യോദ്ധാക്കളെന്ന് പറയുമ്പോൾ തിളങ്ങുന്ന പൊൻചട്ടകളാണ് ധരിച്ചിരുന്നത്. അവരുടെ കയ്യിൽ ശക്തമായ വില്ലുകളും ഉണ്ടായിരുന്നു. അഗ്നിമയമാണോ എന്ന് തോന്നിക്കുന്നത് പോലത്തെ അസ്ത്രങ്ങളും അവരുടെ കയ്യിലുണ്ടായിരുന്നു. എന്തിനും തയ്യാറായാണ് അവർ നിൽക്കുന്നത്. ഇതെല്ലാം കൂടെ കണ്ടപ്പോൾ കൗരവപക്ഷത്തിലുണ്ടായിരുന്ന ഒരു കൂട്ടം കൗരവ രാജകുമാരന്മാർ ഭീമനെ ആക്രമിക്കുന്ന പരിപാടി അങ്ങ് മതിയാക്കി. എന്നാൽ ഭീമനാകട്ടെ ഇവർക്കൊന്നും പറ്റാതെ ഇവരിവിടെ നിന്ന് പോകുന്നു എന്ന് കണ്ടപ്പോഴത്തേക്കും സഹിച്ചില്ല. ഭീമൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഇവരെ ആക്രമിച്ചു. ഭീമൻ്റെ കൂടെ അഭിമന്യുവും മറ്റ് യോദ്ധാക്കളും ഒക്കെ ഉണ്ട്. ഈ സമയത്ത് ദൃഷ്ടദ്യുമ്നനും കൂടെ ഇവരുടെ കൂടെ അങ്ങ് വന്നു. അപ്പോൾ ദൃഷ്ടദ്യുമ്നനെയും കൂടെ ഒരുമിച്ച് കണ്ടപ്പോഴത്തേക്കും ദുര്യോധനന് സഹിച്ചില്ല. ദുര്യോധനൻ്റെ ദേഷ്യം ഇരട്ടിക്കിരട്ടിയായി. ദുര്യോധനൻ അതിശക്തമായിട്ടുള്ള തൻ്റെ ഒരു വില്ലിങ്ങനെ ചുഴറ്റി കയ്യിലെടുത്തു. ദുര്യോധനൻ വില്ലെടുക്കുന്നത് കണ്ടുടനെ തന്നെ മറ്റു കൂടെ ഉണ്ടായിരുന്ന കൗരവ രാജകുമാരന്മാരും അവരുടെ വില്ലുകൾ കയ്യിലെടുത്തു. എന്നിട്ട് പാണ്ഡവ പക്ഷത്തിലുണ്ടായിരുന്ന ഭീമസേനനെയും ഭീമസേനൻ്റെ കൂടെ ഉണ്ടായിരുന്ന അഭിമന്യുവിനെയും ദൃഷ്ടദ്യുമ്നനെയൊക്കെ ആക്രമിക്കാനായി ഒരുങ്ങി. ഈ സമയത്ത് ഏകദേശം ഉച്ച സമയമായിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ ഈ ഒരു ഭാഗത്ത് ഇവരിത്ര പേര് നിൽക്കുന്ന ഈ ഒരു ഭാഗത്ത് ഉച്ചയ്ക്ക് ശേഷം അതിഭയാനകമായിട്ടുള്ള ഒരു പോരാട്ടം അരങ്ങേറി. ഈ സമയത്ത് അഭിമന്യു ഒന്നിനു പിന്നാലെ ഒന്നായി അസ്ത്രങ്ങൾ അയച്ച് കൗരവ രാജകുമാരനായ വികർണൻ്റെ കുതിരകളെ വധിച്ചു. എന്നിട്ട് 25 ചെറിയ അമ്പുകൾ അഭിമന്യു വികർണന് നേരെ അയച്ചു. ആ അസ്ത്രങ്ങൾ വികർണനെ തുളച്ചു. അങ്ങനെ വികർണൻ തൻ്റെ കുതിരകളെ നഷ്ടപ്പെട്ടിങ്ങനെ നിൽക്കുന്നത് നേരെ ചിത്രസേനൻ എന്ന രാജകുമാരൻ്റെ കണ്ണുകളിലേക്ക് കാണുകയാണ്. ചിത്രസേനൻ എന്ന രാജകുമാരൻ പെട്ടെന്ന് അവിടെ പാഞ്ഞെത്തി വികർണന് കൈ കൊടുത്ത് തൻ്റെ രഥത്തിലേക്ക് കയറ്റി. കേമന്മാരായിട്ടുള്ള യോദ്ധാക്കൾ അഭിമന്യുവിനെ അസ്ത്രങ്ങൾ കൊണ്ട് മൂടാൻ തുടങ്ങി. ഈ സമയത്ത് ദുർജയൻ എന്ന കൗരവ രാജകുമാരൻ അവിടെ എത്തി. എന്നിട്ട് വികർണനും ദുർജയനും കൂടെ അഭിമന്യുവിനെ 5 അസ്ത്രങ്ങൾ കൊണ്ട് തുളച്ചു. ഈ സമയത്ത് കേകയ രാജകുമാരന്മാർ ദുശാസനനുമായി പോരാടിക്കൊണ്ടിരിക്കുകയാണ്. ആ സ്ഥലത്ത് ദുശാസനൻ ഗംഭീരമായി പോരാടിക്കൊണ്ടിരുന്നു. കേകയ രാജകുമാരന്മാരും നല്ലതുപോലെ കട്ട പിടിച്ചിരുന്നു. ഈ സമയത്ത് 5 ഉപപാണ്ഡവന്മാർ നേരെ ദുര്യോധനനെ ആക്രമിക്കുവാനായി ചെന്നു. ദുര്യോധനന് നേരെ അവർ 3 അസ്ത്രങ്ങൾ വീതം അയച്ചു. എന്നാൽ ദുര്യോധനന് ഒരു കുലുക്കവും ഉണ്ടായില്ല. മുറിവേറ്റെങ്കിൽ പോലും ദുര്യോധനൻ അനങ്ങാത്ത പർവ്വതങ്ങളൊക്കെ അവിടെ നിന്നിട്ട് ഈ 5 ഉപപാണ്ഡവന്മാരെ ഓരോ ആളുകളെയും അസ്ത്രങ്ങൾ കൊണ്ട് ദുര്യോധനൻ പിളർന്നു. ഈ സമയത്ത് യുദ്ധഭൂമിയുടെ മറ്റൊരു ഭാഗത്ത് വൃദ്ധനായ ഒരു സിംഹത്തിൻ്റെ ഗർജനം കേൾക്കുന്നു. അങ്ങോട്ടേക്ക് നോക്കുമ്പോൾ അവിടെ കാണാൻ കഴിയുന്നത് ഭീഷ്മരവിടെ നിന്നുകൊണ്ട് പാണ്ഡവപക്ഷത്തിലെ ഒരു ഭാഗത്തെ സൈന്യത്തിനെ മുഴുവനും നശിപ്പിച്ചുകൊണ്ട് നിൽക്കുകയാണ്. ഭീഷ്മരുടെ ആ തേജസ്സിൽ ആ പാണ്ഡവപക്ഷത്തിലെ സൈനികരെല്ലാം ഒടുങ്ങിക്കൊണ്ടിരിക്കുന്നു. അവർ ഭീഷ്മരുടെ അസ്ത്രപ്രയോഗം കണ്ട് ഭയക്കുകയാണ്. ഒന്നിനു പിന്നാലെ അസ്ത്രങ്ങൾ അയക്കുന്നു, ശരവർഷങ്ങൾ ചെയ്യുന്നു. ഈ സമയത്ത് ഈ വ്യൂഹത്തിൻ്റെ മറ്റൊരു ഭാഗത്ത് കൗരവപക്ഷത്തിൻ്റെ റൈറ്റ് സൈഡ് എന്ന് പറയുമ്പോൾ ഇവരുടെ ക്രൗഞ്ച വ്യൂഹത്തിൻ്റെ വലത്തെ ചിറക്, ആ വലത്തെ ചിറക് ഭാഗത്തുള്ള സൈനികരെ അത്രയും അർജുനൻ മുറ്റുകൊണ്ടിരിക്കുകയാണ്. അർജുനൻ്റെ ഗാണ്ഡീവത്തിൻ്റെ ഞാണൊലി ആ ഭാഗം മുഴുവനും ഇങ്ങനെ കേട്ടുകൊണ്ട് നിൽക്കുന്നു. ആ ഭാഗത്തെ സൈനികരെല്ലാം ഇങ്ങനെ വീണുകൊണ്ടിരിക്കുന്നു. അവിടുത്തെ യോദ്ധാക്കൾ വീണുകൊണ്ടിരിക്കുന്നു. ഈ സമയങ്ങളെന്നൊക്കെ പറയുമ്പോഴത്തേക്കും ഈ യുദ്ധഭൂമിയിൽ അതിഭയാനകവുമായിട്ടുള്ളൊരു യുദ്ധം അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് യോദ്ധാക്കൾ ഇങ്ങനെ വീണുകൊണ്ടിരിക്കുകയാണ്. ആനകൾ ഇങ്ങനെ വേദനിച്ച് ചിഹ്നം വിളിച്ചുകൊണ്ട് വീഴുന്ന ശബ്ദം കേൾക്കുന്നുണ്ട്. കുതിരകൾ യുദ്ധഭൂമിയിൽ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത് പോലത്തെ ശബ്ദങ്ങളെല്ലാം കേൾക്കുന്നുണ്ട്. അങ്ങനെ വല്ലാത്തൊരവസ്ഥയായി. ഈ സമയത്ത് അവിടുത്തെ അന്തരീക്ഷം എന്ന് പറയുമ്പോഴത്തേക്കും, സൂര്യനെന്ന് പറയുമ്പോഴത്തേക്കും ചുവന്ന നിറത്തിലായെന്നാണ് പറയുന്നത്. ചുവന്ന നിറം അവിടെ മുഴുവനും ഒരുമാതിരി ചുവന്ന മയമായി. എന്നുവെച്ചാൽ ഇത്രത്തോളം വലിയൊരു പോരാട്ടമൊക്കെ നടക്കുമ്പോഴത്തേക്കും ദുർനിമിത്തങ്ങൾ കാണുന്നതാണതല്ല. അങ്ങനെ ചുവന്ന മയത്തിൽ സൂര്യൻ അവിടെ നിന്ന സമയത്ത് ദുര്യോധനൻ അങ്ങോട്ട് അരിശം കയറി. അപ്പോൾ മിക്കവാറും ഈ സമയത്ത് ദുര്യോധനൻ ഉപപാണ്ഡവരെ നേരിട്ട് അവിടെ നിന്ന് മാറ്റിക്കാണുന്നു. ഉപപാണ്ഡവരെ പിറക്കോട്ട് ഒലിപ്പിച്ച് കാണും. കാരണം അതുപോലെ ദുര്യോധനൻ അവിടെ ഉപപാണ്ഡവരെ ഓവർ പവർ ചെയ്യുന്നതായിട്ട് നേരത്തെ പറയുന്നുണ്ട് അല്ലേ. അപ്പോൾ ദുര്യോധനൻ ഈ സമയത്ത് നേരെ ദുര്യോധനൻ്റെ കണ്ണിൽ ഭീമസേനനെ വീണ്ടും കാണുകയാണ്. ദേഷ്യം വന്നിട്ട് വീണ്ടും ദുര്യോധനൻ അങ്ങോട്ട് ദേഷ്യം കൂടെയാണ്. ഇവർക്ക് രണ്ടുപേർക്കും പരസ്പരം ഒരൊറ്റ വികാരം മാത്രമേ ഉള്ളൂ, ദേഷ്യം. ഭീമസേനോടുള്ള തൻ്റെ ദേഷ്യത്തെ തൻ്റെ അസ്ത്രങ്ങളിലേക്ക് ആവാഹിച്ചെടുത്തതുപോലെ ദുര്യോധനൻ ഭീമനെ ആക്രമിച്ചു. എന്നിട്ട് ഭീമനോടുള്ള ദേഷ്യം മാത്രം മുൻനിർത്തിക്കൊണ്ട് ഭീമന് നേരെ ദുര്യോധനൻ പാഞ്ഞെടുക്കുകയാണ്. ഇത് കണ്ടതും ഭീമൻ്റെ ദേഷ്യം അങ്ങോട്ടൊരു വേറെ ലെവലും കഴിഞ്ഞങ്ങ് പോയി. അവിടെ നിന്നുകൊണ്ട് ഭീമൻ ഉറക്കെ അലറി വിളിച്ചുകൊണ്ട് പറഞ്ഞു, ദുര്യോധന, ഞാൻ കാത്തിരുന്ന ദിവസമാണ് ഈ വന്നിരിക്കുന്നത്. ഇന്ന് ഈ യുദ്ധഭൂമിയിൽ എൻ്റെ മുന്നിൽ നിന്ന് നീ പാലായനം ചെയ്തില്ല എങ്കിൽ നിന്നെ ഞാനിന്ന് വീഴ്ത്തിക്കൊണ്ട് കുന്തിദേവിയുടെ ദുഃഖങ്ങൾക്ക് ഞാനൊരവസാനം കാണും. നിന്നെ ഞാൻ യമപുരിക്ക് അയച്ചുകൊണ്ട് ഞാൻ ദ്രൗപദിയുടെ വിഷമങ്ങൾ അവസാനിപ്പിക്കും. നിന്നെ ഉന്മൂലനം ചെയ്തുകൊണ്ട് നമ്മൾ വനവാസക്കാലത്ത് അനുഭവിച്ച ദുഃഖങ്ങളെല്ലാം ഞാൻ മറക്കും. ചൂതുസഭയിൽ വെച്ച് നീ കാണിച്ചു കൂട്ടിയ കാര്യങ്ങളൊന്നും തന്നെ ഞാൻ മറന്നിട്ടില്ല. പണ്ട് മുതലേ കർണൻ്റെയും ശകുനിയുടെയും അഭിപ്രായങ്ങൾ മാത്രം മാനിച്ചുകൊണ്ട് നീ നമ്മളെ ഉപദ്രവിച്ചുകൊണ്ടേയിരുന്നു. നീ നമ്മളെക്കുറിച്ചൊന്ന് ചിന്തിക്കുന്ന പോലും ഇല്ലായിരുന്നു. അതുപോലെ തന്നെ അന്ന് ശാന്തി പ്രസ്താവനയുമായിട്ട് കൃഷ്ണൻ വന്നപ്പോൾ അദ്ദേഹത്തിനോട് നീ എന്താ കാണിച്ചത്? നീ എന്തെല്ലാമാണ് ചെയ്തു കൂട്ടിയത്? ഈ അരങ്ങേറുന്ന ഈ ഒരു ഭയാനകമായിട്ടുള്ള യുദ്ധം അതെല്ലാം നിൻ്റെ ക്രൂരമായിട്ടുള്ള പ്രവർത്തികൾ കൊണ്ടാണ് ദുര്യോധന. ഇന്ന് അതിനെല്ലാത്തിനും ഞാൻ പ്രതികാരം വീഴ്ത്തും. ഇന്ന് ഞാൻ നിന്നെ വീഴ്ത്തിയിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് 26 അസ്ത്രങ്ങളാണ് ഭീമസേനൻ ദുര്യോധനന് നേരെ അയച്ചത്. അത് വജ്രതുല്യമായിട്ടുള്ള അസ്ത്രങ്ങളെന്നാണ് പറഞ്ഞത്. ചിലപ്പോൾ ശക്തമായിട്ടുള്ള മൂർച്ച കൂടിയ അസ്ത്രങ്ങൾ അങ്ങോട്ട് അയച്ചെന്നായിരിക്കും ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് ഭീമസേനൻ 4 അസ്ത്രങ്ങൾ ദുര്യോധനന് നേരെ അയച്ചു. 2 അസ്ത്രങ്ങൾ ദുര്യോധനൻ്റെ വില്ലിലേക്ക് തറച്ചു. 2 അസ്ത്രങ്ങൾ ദുര്യോധനൻ്റെ സാരഥിയുടെ ദേഹത്തും തറച്ചു. എന്നിട്ട് ഭീമൻ ഒന്നിനു പിന്നാലെ ഒന്നായി 4 അസ്ത്രങ്ങൾ അയച്ചുകൊണ്ട് ദുര്യോധനൻ്റെ കുതിരകളെ വധിച്ചു. എന്നിട്ടും ഭീമസേനൻ നിർത്തിയില്ല. വീണ്ടും അസ്ത്രങ്ങൾ അയച്ചുകൊണ്ട് ഭീമസേനൻ ദുര്യോധനൻ്റെ കുട തെറിപ്പിച്ചു കളഞ്ഞു. ഇത്രയായിട്ടും ഭീമൻ്റെ ആ ഒരു പോരാട്ട വീര്യം അവസാനിക്കുന്നില്ല. അയാളുടെ ദേഷ്യം കുറയുന്നില്ല. ഇതൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ
അയാളെ മാക്സിമം അയാളുടെ എന്താ പറയുക കോൺഫിഡൻസ് അങ്ങ് നശിപ്പിക്കുകയാണ്. എന്താണ്, സാരഥി പോയി, സാരഥിയെ അമ്പ ചെയ്തു, കുതിരകൾ പോയി, കുടയും തെറിപ്പിച്ചു കളഞ്ഞു. എന്നിട്ട് ക്രോധത്തോടു കൂടി ഭീമൻ അവിടെ നിന്നുകൊണ്ട് അലറി. ആ അലർച്ച ചുറ്റിനുമുള്ള എല്ലാവരും കേട്ടു. എന്നിട്ട് വീണ്ടും ഭീമസേനൻ തുരുതുര അസ്ത്രങ്ങൾ അയച്ചു. ആ അസ്ത്രങ്ങൾ നേരെ പോയി ദുര്യോധനൻ്റെ നാഗധ്വജത്തെ മുറിച്ചിടുകയാണ് ചെയ്തത്. നാഗധ്വജം എന്നാ പറയാറ്. സംസ്കൃതത്തിൽ നാഗമെന്ന വാക്കിന് ആന എന്നും അർത്ഥമുണ്ട്. അപ്പോൾ ദുര്യോധനൻ്റെ കൊടിയടയാളം ആനയായിരിക്കാം. അപ്പോൾ ആനയടയാളമുള്ള ആ ഒരു കൊടി പല കഷ്ണങ്ങളായി മുറിഞ്ഞ് ഇങ്ങനെ പറന്ന് നിലത്തേക്ക് വീഴുകയാണ്. ഈ വീഴുന്ന സമയത്ത് ആ കൊടിയിലുണ്ടായ രത്നങ്ങളെല്ലാം ആ രഥത്തിൻ്റെ ഈ തേർത്തട്ടിലും അതുപോലെ നിലത്തും എല്ലാം വീഴുന്നത് ആളുകൾ കണ്ടു. ആളുകൾ രാജാവിൻ്റെ കൊടി വീണു എന്ന് മനസ്സിലാക്കിയ ഉടനെ തന്നെ ജയദ്രഥൻ പെട്ടെന്ന് തൻ്റെ കൂടെ ഉണ്ടായിരുന്ന ശക്തരായ യോദ്ധാക്കളെയും രാജാക്കന്മാരെയും കൂട്ടി ദുര്യോധനനെ ലക്ഷ്യമാക്കി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് ഭീമസേനൻ 10 അസ്ത്രങ്ങൾ കൊണ്ട് ദുര്യോധനൻ്റെ ആനയെയും വീഴ്ത്തി. അപ്പോൾ ഇനി എന്ത് സംഭവിക്കുമെന്നറിയാൻ വയ്യ. ആ സ്പോട്ടിൽ അവിടെ എത്തി ജയദ്രഥനും ജയദ്രഥൻ്റെ കൂടെയുള്ള ആളുകളും. ഇവരിങ്ങനെ വന്നൊരു സൈഡിലേക്ക് ഇങ്ങനെ കറങ്ങി കയറി ഭീമനെ ചുറ്റിനും നിന്നു. ആരേത്? ജയദ്രഥൻ മാത്രമല്ല, ജയദ്രഥൻ്റെ കൂടെ ഒരുപാട് യോദ്ധാക്കൾ രഥങ്ങളുമൊക്കെ ഉണ്ട്. ആ രഥങ്ങളെല്ലാം ഭീമസേനനെ വളഞ്ഞു. ഈ ഗ്യാപ്പിൽ കൃപാചാര്യർ വന്ന് ദുര്യോധനനെ അദ്ദേഹത്തിൻ്റെ രഥത്തിലേക്ക് എത്തി. അവിടെ നിന്ന് ദുര്യോധനനെയും കൊണ്ട് കൃപാചാര്യർ മറ്റൊരു സ്ഥലത്തേക്ക് പോയി. യുദ്ധഭൂമിയുടെ മറ്റൊരു ഭാഗത്ത് മറ്റൊരു പോരാട്ടം അരങ്ങേറിക്കൊണ്ടിരിക്കുകയാണ്. ഭീമനെ സപ്പോർട്ട് ചെയ്യാനെത്തിയ 12 യോദ്ധാക്കളുണ്ടല്ലോ. ആരെല്ലാം? അഭിമന്യു, ദൃഷ്ടകേതു, 5 ഉപപാണ്ഡവന്മാർ, 5 കേകയ രാജകുമാരന്മാർ. ഇവർ 12 പേരും കൂടെ ചേർന്നിട്ട് ധൃതരാഷ്ട്രപുത്രന്മാരെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയത്ത് അഭിമന്യുവിൻ്റെ പ്രശസ്തമായ രഥത്തിനെ 8 കൗരവ രാജകുമാരന്മാർ വന്ന് വളയുകയാണ്. ആ 8 പേരെന്ന് പറയുമ്പോൾ ചിത്രസേനൻ, ചാരുചിത്രൻ, ചിത്രദർശനൻ, ചിത്രാശ്വൻ, സുചിത്രൻ, സുചാരു, നന്ദൻ, ഉപനന്ദൻ. ഇവരിങ്ങനെ അഭിമന്യുവിനെ വന്നിങ്ങനെ വളഞ്ഞു നിന്നു. 8 ദിക്കുകളിലായിട്ടും ചുറ്റിനും വളഞ്ഞു നിന്നെന്ന് പറയാം. എന്നിട്ട് ഇവരവരുടെ വില്ലുകളെടുത്ത് അഭിമന്യുവിനെ പ്രഹരിക്കാൻ തുടങ്ങിയ ആ സമയത്ത് അഭിമന്യു 5 അസ്ത്രങ്ങൾ വീതം ഈ 8 പേരുടെ ദേഹത്തേക്കും എയ്ത് കയറ്റി. അതവരെ അത്യാവശ്യം നല്ലതുപോലെ മുറിപ്പെടുത്തി. എന്നാൽ മുറിവേറ്റെങ്കിൽ പോലും ഇവർ ഭയന്നില്ല. ഇവരുടനെ തന്നെ അഭിമന്യുവിന് നേരെ അസ്ത്രങ്ങൾ അയച്ചു. അപ്പോൾ ഒരുമിച്ച് ഇവർ അസ്ത്രങ്ങൾ അയച്ചപ്പോഴത്തേക്കും നമുക്കറിയാം, അഭിമന്യു എന്ന് പറയുമ്പോഴത്തേക്കും അസ്ത്രവിദ്യയിലും പോരാട്ടത്തിലും എല്ലാം അഗ്രഗണ്യനായിട്ടുള്ള ഒരാളാണ്. എന്നിരുന്നാൽ പോലും ഇവരുടെ ഈ ഒരു പ്രകടനത്തിൽ അഭിമന്യു ചെറുതായിട്ടൊന്ന് പതറിപ്പോയി. എന്നാൽ അടുത്ത സെക്കൻഡിൽ അഭിമന്യു തുരുതുര ഇവർക്ക് നേരെ അസ്ത്രങ്ങൾ അയച്ചു. ആ അസ്ത്രപ്രയോഗത്തിൽ ഇവർ ചെറുതായിട്ടൊന്ന് അടിപതറിപ്പോയി. ആരാണ്? ഈ 8 കൗരവ രാജകുമാരന്മാരെ. ഇതിനിടയിൽ അഭിമന്യു മറ്റൊരു പ്രകടനം കാണിച്ചു. 14ഓളം അസ്ത്രങ്ങൾ. ഈ അസ്ത്രങ്ങളെന്ന് പറയുമ്പോഴത്തേക്കും വീതിയുള്ള തലയുള്ള അസ്ത്രങ്ങളാണ്. ഈ 14ഓളം അസ്ത്രങ്ങളെടുത്ത് വികർണന് നേരെ അയച്ചു. അഭിമന്യു ഇന്നത്തെ ദിവസം 2ാമത്തെ തവണയാണല്ലേ വികർണനെ ആക്രമിക്കുന്നത്. അപ്പോൾ ഈ 14 അസ്ത്രങ്ങളാണ് അയച്ചേക്കുന്നത്. ഈ അസ്ത്രങ്ങളിൽ ചിലത് വന്ന് വികർണൻ്റെ കൊടി അങ്ങ് മുറിച്ചു കളഞ്ഞു, ചിലത് വികർണൻ്റെ രഥത്തിലേക്ക് തറച്ചു കയറി, ചിലത് വികർണൻ്റെ കുതിരകളെയും വീഴ്ത്തി. അപ്പോൾ ഇത്രത്തോളം അസ്ത്രങ്ങൾ, 14 അസ്ത്രങ്ങൾ ഒരേ സമയത്ത് ഇങ്ങനെ വന്ന് പ്രഹരിച്ചപ്പോഴത്തേക്കും ഈ രഥത്തിൻ്റെ നിയന്ത്രണം വിട്ട് ഇതൊന്ന് കുടുങ്ങി. എന്നിട്ട് മഞ്ഞ നിറത്തിലുള്ള അസ്ത്രങ്ങൾ ഒന്നിനു പിന്നാലെ ഒന്നായി അഭിമന്യു അയച്ചു. ഈ അസ്ത്രത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോഴത്തേക്കും അയച്ച മാർഗത്തിൽ നിന്ന് വ്യതിചലിക്കാതെ സ്ട്രെയിറ്റ് ആ വഴിക്ക് തന്നെ പോവും. ഈ അസ്ത്രങ്ങൾ വികർണൻ്റെ ദേഹത്തേക്ക് തറച്ചു. ചില അസ്ത്രങ്ങൾ തുളച്ച് വികർണൻ്റെ ദേഹത്തൂടെ തുളച്ച് പുറത്തുപോയി ഭൂമിയിലേക്ക് തറച്ചു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ വികർണൻ ഭയങ്കരമായിട്ടിവിടെ വേദനിച്ചിട്ടുണ്ട്. ചുവന്ന നിറത്തിൽ കുളിച്ചാണ് വികർണൻ അവിടെ നിൽക്കുന്നത്. ഇത് കണ്ടിട്ട് മറ്റുള്ള കൗരവ രാജകുമാരന്മാരെല്ലാവരും കൂട്ടത്തോടെ അഭിമന്യുവിനെയും സംഘത്തിനെയും ആക്രമിക്കാൻ തുടങ്ങി. വികർണനും തൻ്റെ സഹോദരന്മാർക്കും ഈ ബുദ്ധിമുട്ടുണ്ടാകുന്നത് കൗരവ രാജകുമാരനായിട്ടുള്ള ദുർമുഖൻ്റെ കണ്ണിൽ കാണുകയാണ്. ഉടനെ തന്നെ ദുർമുഖൻ അവിടെ നിന്ന് തിരിഞ്ഞ് ഉപപാണ്ഡവരിൽ ഒരാളായിട്ടുള്ള ശ്രുതകർമാവിന് നേരെ അസ്ത്രങ്ങൾ അയച്ചു. ശ്രുതകർമാവെന്ന് പറയുമ്പോൾ ദ്രൗപദിയിൽ അർജുനനുണ്ടായ പുത്രനാണ് ശ്രുതകർമാവ്. ആ ശ്രുതകർമാവിന് നേരെ അസ്ത്രങ്ങൾ അയച്ചു. 7 അസ്ത്രങ്ങളാണ് അയച്ചത്. അതിൽ ചില അസ്ത്രങ്ങൾ പോയി ശ്രുതകർമാവിൻ്റെ കൊടി മുറിച്ചിട്ടു. മറ്റു ചില അസ്ത്രങ്ങൾ ശ്രുതകർമാവിൻ്റെ സാരഥിയുടെ ദേഹത്തും തറച്ചു. എന്നിട്ട് ദുർമുഖൻ കുറച്ചുകൂടെ മുന്നോട്ട് പോയിട്ട് വീണ്ടും അസ്ത്രങ്ങൾ അയച്ചു. ആ അസ്ത്രങ്ങൾ ശ്രുതകർമാവിൻ്റെ കുതിരകളെ യമപുരിയിലേക്ക് അയച്ചു. സാരഥിയെയും വധിച്ചു. കുറച്ച് അസ്ത്രങ്ങൾ വന്ന് രഥത്തിലും തറച്ചു. എന്നിട്ട് ദുർമുഖൻ വീണ്ടും എന്തിനും തയ്യാറായി അസ്ത്രമെടുക്കാൻ ഒരുങ്ങിയപ്പോഴത്തേക്കും ഇപ്പോൾ സത്യം പറഞ്ഞാൽ ശ്രുതകർമാവിൻ്റെ രഥം അനങ്ങുന്നില്ല. കാരണം എന്താണ്? കുതിരയും പോയി സാരഥിയും പോയി. പക്ഷേ ശ്രുതകർമാവ് ഭയന്നില്ല.
അനക്കമില്ലാത്ത രഥത്തിൽ ഒരു കൈയിൽ വില്ല് പിടിച്ചുകൊണ്ട് മറ്റൊരു കൈയിൽ വേലെടുത്ത് കറങ്ങി ശ്രുതകർമാവ് ദുർമുഖന് നേരെ വലിച്ചെറിയുകയാണ്. ആ വേല് ഒരുമാതിരി അഗ്നി ജ്വലിക്കുന്നത് പോലത്തെ വേലായിരുന്നു. പറന്നു വന്ന് ആ വേല് ദുർമുഖൻ്റെ ശക്തമായിട്ടുള്ള പടച്ചട്ടയിലേക്ക് കയറി. പടച്ചട്ട പിളർന്നുവെന്ന് മാത്രമല്ല, ദുർമുഖൻ്റെ ദേഹത്തേക്ക് ആ വേല് തുളച്ചു കയറി. ഉടനെ രഥമില്ലാതെ നിൽക്കുന്ന ശ്രുതകർമാവിനെ സൂതസോമൻ്റെ കണ്ണിൽ കാണുകയാണ്. ഈ സൂതസോമൻ എന്ന് പറയുന്നത് ദ്രൗപദിയിൽ ഭീമസേനനുണ്ടായ പുത്രനാണ്. അപ്പോൾ രഥമില്ലാതെ തൻ്റെ സഹോദരൻ ഇങ്ങനെ വില്ലും പിടിച്ചുകൊണ്ട് അനക്കമില്ലാത്ത ഒരു രഥത്തിൽ നിൽക്കുന്നത് സൂതസോമൻ്റെ കണ്ണിൽ കാണുകയാണ്. സൂതസോമൻ പെട്ടെന്ന് മറ്റൊരു രഥത്തിൽ പാഞ്ഞെത്തി ശ്രുതകർമാവിന് കൈ കൊടുത്ത് തൻ്റെ രഥത്തിൽ കയറ്റി. ശ്രുതകർമാവ് ഈ രഥത്തിലേക്ക് ചാടിക്കേറി സൂതസോമൻ്റെ അപ്പുറത്തെ സൈഡിലേക്ക് പോയിട്ട് നേരെ ജയത്സേനൻ എന്ന് പറയുന്ന കൗരവ രാജകുമാരന് നേരെ അസ്ത്രം അയച്ചു. എന്നാൽ ജയത്സേനൻ്റെ നേരെ ശ്രുതകർമാവ് അസ്ത്രങ്ങൾ അയച്ചപ്പോഴത്തേക്കും ജയസേനൻ ഒന്ന് ചിരിക്കുകയാണ് ചെയ്തത്. എന്നിട്ട് ജയസേനൻ അസ്ത്രങ്ങൾ അയച്ചുകൊണ്ട് ശ്രുതകർമാവിൻ്റെ വില്ല് മുറിച്ചു കളഞ്ഞു. ശ്രുതകർമാവിൻ്റെ വില്ല് മുറിഞ്ഞത് ശതാനികൻ എന്ന ഉപപാണ്ഡവൻ്റെ കണ്ണിൽ കാണുകയാണ്. അപ്പോൾ ഈ ഒരു ശതാനികൻ എന്ന് പറയുന്നത് ദ്രൗപദിയിൽ നകുലനുണ്ടായ പുത്രനാണ് ശതാനികൻ. അപ്പോൾ ശ്രുതകർമാവിൻ്റെ വില്ല് മുറിഞ്ഞു പോകുന്നത് ശതാനികൻ്റെ കണ്ണിൽ കാണുന്നു. ഉടനെ തന്നെ ശതാനികൻ അവിടെ തൻ്റെ രഥത്തിൽ പാഞ്ഞെടുത്ത് ഈ സൂതസോമൻ്റെ രഥത്തിനെ വട്ടം വെച്ച് കയറി ജയസേനന് നേരെ അസ്ത്രങ്ങൾ അയച്ചു. ശതാനികൻ എന്ന് പറയുമ്പോൾ ക്രോധം കൊണ്ട് അലറി വിളിച്ചുകൊണ്ടാണ് അസ്ത്രങ്ങൾ അയച്ചത്. ഏകദേശം 10 അസ്ത്രങ്ങളാണ് ജയത്സേനന് നേരെ ശതാനികൻ അയച്ചത്. എന്നിട്ട് രഥം വട്ടം ചുറ്റിച്ച് ഒരു ഭാഗത്ത് നിർത്തിയിട്ട് നല്ല മൂർച്ചയേറിയ അസ്ത്രങ്ങൾ ശതാനികൻ ജയത്സേനന് നേരെ തൊടുത്തുവിട്ടു. കൗരവ രാജകുമാരനായ ജയത്സേനൻ്റെ ചട്ട പിളർന്ന് ആ അസ്ത്രങ്ങൾ ഉള്ളിലേക്ക് കയറി. അങ്ങനെ ജയത്സേനൻ അവിടെ തളർന്നു. ജയത്സേനന് നേരെ ശതാനികൻ ഈ പ്രകടനം കാണിക്കുന്നത് കൗരവ രാജകുമാരനായിട്ടുള്ള ദുഷ്കർണൻ്റെ കണ്ണിൽ കാണുകയാണ്. ദുഷ്കർണൻ പെട്ടെന്ന് അവിടെ പാഞ്ഞെത്തി ജയത്സേനന് നേരെ ശതാനികന് നേരെ അസ്ത്രങ്ങൾ അയച്ച് നകുലപുത്രനായ ശതാനികൻ്റെ വില്ല് മുറിച്ചു കളഞ്ഞു. എന്നാൽ ഇതുകൊണ്ട് നകുലപുത്രനായ ശതാനികൻ ഭയന്നില്ല. തൻ്റെ മുറിഞ്ഞിരിക്കുന്ന വില്ലെടുത്ത് ദൂരെ കളഞ്ഞിട്ട് ശക്തമായ മറ്റൊരു വില്ലെടുത്തു. എന്നിട്ട് ദുഷ്കർണൻ്റെ അടുത്ത് പറഞ്ഞു, ഒന്ന് വെയിറ്റ് ചെയ്യുക. എന്നിട്ട് 3 അസ്ത്രങ്ങൾ അങ്ങോട്ട് അയച്ചു. അതിൽ 2 അസ്ത്രങ്ങൾ പോയി ദുഷ്കർണൻ്റെ വില്ല് മുറിച്ച് കളഞ്ഞു. എന്നിട്ട് ഒരു അസ്ത്രം സാരഥിയുടെ ദേഹത്തേക്കും തുളച്ചു കയറി. ഇതുകൊണ്ട് ശതാനികൻ അവസാനിപ്പിച്ചില്ല. വീണ്ടും 7 അസ്ത്രങ്ങളാണ് ദുഷ്കർണന് നേരെ എയ്തത്. അതിനുശേഷം 12 അസ്ത്രങ്ങൾ കൊണ്ട് കുതിരകളെയും വധിച്ചു. നല്ല വീതിയുള്ള തലയുള്ള അസ്ത്രം ഉണ്ടല്ലോ, ആ അസ്ത്രം നേരെ ദുഷ്കർണന് നേരെ അയച്ചു. ആ അസ്ത്രം ദുഷ്കർണൻ്റെ നെഞ്ചു പുലർന്ന് ഉള്ളിലേക്ക് പോയി. അത്യാവശ്യം ആഴമുള്ളൊരു മുറിവ് ദുഷ്കർണൻ ഉണ്ടാക്കി. എന്നാൽ ശതാനികൻ്റെ ഈ പ്രകടനം കണ്ടിട്ട് 5 ശ്രേഷ്ഠരായിട്ടുള്ള യോദ്ധാക്കൾ വന്ന് ശതാനികനെ വളഞ്ഞു. എന്നാൽ ഈ സമയത്ത് 5 കേകയ രാജകുമാരന്മാർ ക്രോധത്തോടു കൂടി ആക്രമിക്കാൻ പാഞ്ഞെത്തി. അവരെ 5 ധൃതരാഷ്ട്രപുത്രന്മാരാണ് നേരിട്ടത്. അവർ 5 പേരെന്ന് പറയുമ്പോൾ ദുർമർഷണൻ, ദുർമുഖൻ, ദുർജയൻ, ശത്രുഞ്ജയൻ, ശത്രുസഹൻ എന്നിവരായിരുന്നു. അവർ ഈ കേകയ രാജകുമാരനുമായി പോരാടി തുടങ്ങി. എന്നിട്ട് അവിടെ വീണ്ടും ഭയാനകമായിട്ടുള്ള ഒരു പോരാട്ടം അരങ്ങേറിക്കൊണ്ടിരുന്നു. ഇരുപക്ഷത്തിലെ ശത്രു സൈന്യങ്ങളിലും നല്ല നാശനഷ്ടം ഉണ്ടാക്കുന്ന രീതിക്കായിരുന്നു ഈ യോദ്ധാക്കളെല്ലാം പോരാടിക്കൊണ്ടിരുന്നത്. യുദ്ധഭൂമിയുടെ മറ്റൊരു ഭാഗത്ത് വീണ്ടും ഭീഷ്മരുടെ അലർച്ച ഏൽക്കാം. ഭീഷ്മരുടെ വില്ലിൽ നിന്ന് വരുന്ന അസ്ത്രങ്ങൾ പാഞ്ചാല ദേശത്തിലുള്ള സൈന്യങ്ങളെ വിഭ്രാന്തിയിലാക്കി ഒരുപാട് പേരെ യമപുരിയിലേക്ക് അയച്ചു. ഈ സമയങ്ങളിലെല്ലാം ഭീഷ്മർ പാണ്ഡവ സൈന്യത്തിനെ മുട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പാണ്ഡവ സൈന്യം ഭീഷ്മരുടെ മുന്നിൽ ഇങ്ങനെ തകിടം പറഞ്ഞ ഈ സമയത്ത് സൂര്യാസ്തമയ സമയമായി. അങ്ങനെ ഭീഷ്മർ തൻ്റെ സൈന്യത്തിനെ തിരിച്ച് ക്യാമ്പിലേക്ക് പോകാനായിട്ടുള്ള ആജ്ഞ കൊടുത്തു. അതുപോലെ തന്നെ പാണ്ഡവരും അവരുടെ ക്യാമ്പുകളിലേക്ക് തിരിച്ചുപോയി. ഇരുപക്ഷത്തിലുള്ള ആളുകളുടെ ദേഹത്ത് നല്ല മുറിവുണ്ട്. അന്നത്തെ ദിവസം ഈ പോരാട്ടമൊക്കെ കഴിഞ്ഞ് ഈ വ്യൂഹങ്ങളെല്ലാം അവരവരുടെ തിരിച്ച് അവരുടെ ക്യാമ്പുകളിലേക്ക് പോയപ്പോൾ ഭീമസേനനെയും ദൃഷ്ടദ്യുമ്നനെയും യുധിഷ്ഠിരൻ തൻ്റെ കണ്ണുകളിൽ കണ്ടു. അപ്പോഴാണ് യുധിഷ്ഠിരനൊന്ന് സമാധാനമായത്. യുധിഷ്ഠിരൻ ഓടി വന്ന് ഇവരെ 2 പേരെയും കെട്ടിപ്പിടിച്ച് 2 പേരുടെ നെറ്റിത്തടത്തിലൊരു ഉമ്മയൊക്കെ കൊടുത്തു. കാരണം അത്രത്തോളം ഭയന്നുപോയി ഇവരെ 2 പേരെയും കാണാതായപ്പോൾ. അപ്പോൾ യുധിഷ്ഠിരനും ഒക്കെ ആയി. എന്നാൽ ഈ സമയത്ത് ദുര്യോധനൻ ഭയങ്കരമായിട്ട് മുറിവേറ്റേക്കുകയാണ്. പിടയ്ക്കുന്നുണ്ടെന്ന് വെച്ചാൽ ദുര്യോധനന് നല്ലപോലെ ആൻസൈറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. ദുര്യോധനൻ്റെ ഒരു അവസ്ഥ എന്ന് ആലോചിച്ച് നോക്കണം. നേരത്തെ പോരാടിക്കൊണ്ടിരുന്നപ്പോൾ ഓരോ അസ്ത്രങ്ങളൊന്നും ദേഹത്ത് കൊണ്ടിട്ടുണ്ട്. എന്നിട്ട് ഈ പുള്ളിക്കാരനുണ്ടല്ലോ ദൃഷ്ടദ്യുമ്നൻ, പുള്ളിക്കാരൻ്റെ പ്രമോഹനാസ്ത്രത്തിൻ്റെ എഫക്റ്റിൽ പെട്ടെന്ന് അങ്ങ് ബോധം പോയി. ദ്രോണാചാര്യർ വന്ന് പ്രജ്ഞാസ്ത്രം തൊടുത്തപ്പോൾ പെട്ടെന്ന് ബോധം വന്ന്. എന്നിട്ട് വീണ്ടും അസ്ത്രപ്രയോഗങ്ങളുണ്ടായി. ഭീമനുമായിട്ട് പോരാടി. ആ സമയത്തും ദേഹം മുറിഞ്ഞിട്ടുണ്ട്. മറ്റുള്ള യുദ്ധങ്ങളിലും ദേഹം മുറിഞ്ഞിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല, കൃപാചാര്യരുടെ രഥത്തിലേക്ക് കയറിയപ്പോഴത്തേക്കും ദുര്യോധനൻ്റെ ദേഹം ഒരുപാട് മുറിഞ്ഞ് നല്ല ക്ഷീണിച്ചൊരവസ്ഥയിലായെന്നാണ് പറഞ്ഞത്. അപ്പോൾ ബേസിക്കലി ദുര്യോധനൻ ഇപ്പോൾ ഷോക്കിലായിട്ടുണ്ട്. നമ്മൾ ആ ഷോക്കിലാവുമല്ലോ, ഇപ്പോൾ ഒരു കാറ്ററ്റോണിക് സ്റ്റേറ്റ്, ആ ഒരു ഷോക്കിലെത്തിയ ദുര്യോധനൻ അവിടെ നിന്നുകൊണ്ട് നല്ലപോലെ ആൻസൈറ്റി വന്നു തുടങ്ങി ദുര്യോധനന്.
ദുര്യോധനൻ നിന്നിട്ട് ഭീഷ്മരോട് സംസാരിക്കാൻ തുടങ്ങി. എന്നിട്ട് ദുര്യോധനൻ ഇങ്ങനെ പറഞ്ഞു, പിതാമഹ, വളരെ ശക്തമായി പോരാടുന്ന സൈനികരുള്ളൊരു സൈന്യമാണ് നമ്മുടേത്. നമ്മുടെ സൈന്യത്തിൽ വിവിധ ധ്വജങ്ങളുള്ള ശക്തമായിട്ടുള്ള രഥന്മാരുണ്ട്. അവരെല്ലാവരും ഗംഭീരമായിട്ട് പോരാടുന്ന ആളുകളാണ്. എന്നിട്ടുകൂടി എൻ്റെ സൈന്യങ്ങൾ നശിക്കുന്നു, എൻ്റെ സൈന്യത്തിലുള്ള രഥങ്ങൾ തകർന്നു വീഴുന്നു, എൻ്റെ യോദ്ധാക്കൾ വീഴുന്നു. എന്തിനേറെ പറയണം, അങ്ങയുടെ വ്യൂഹം, നമ്മുടെ വ്യൂഹമെല്ലാം അതിശക്തമായിട്ടുള്ളൊരു വ്യൂഹമായിരുന്നു. എന്നിട്ടുകൂടി നമ്മുടെ വ്യൂഹത്തിലേക്ക് ഭീമസേനൻ തുളച്ചു കയറി അവനെന്നെ അസ്ത്രങ്ങൾ ചെയ്ത് മുറിവേൽപ്പിച്ചു. ഭീമസേനൻ ഇങ്ങനെ ദേഷ്യപ്പെടുന്ന കണ്ടിട്ട് പിതാമഹ, എനിക്ക് ഭയമായിപ്പോയി. ഈ സെയിം ഡയലോഗ് നമ്മുടെ വ്യാസമഹാഭാരതത്തിലുണ്ട്. കുറ്റം പറയാൻ പറ്റത്തില്ല, യുദ്ധഭൂമി കിടന്ന് അതുപോലെയൊക്കെ കാണിച്ച ഏത് മനുഷ്യനായാലും പേടിച്ചു പോകത്തില്ലേ. അങ്ങനെ ദുര്യോധനൻ അങ്ങനെ ഭീഷ്മരോട് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, പിതാമഹ, അങ്ങ് സത്യപ്രതിജ്ഞകളിൽ 100% നീതി പുലർത്തുന്ന ആളാണ്. അങ്ങ് എങ്ങനെയും പാണ്ഡവരെ തോൽപ്പിക്കണം, നമ്മളെ ജയിപ്പിക്കണം എന്ന് പറഞ്ഞു. ഇപ്പോൾ ഇതെല്ലാം കൂടെ കണ്ടപ്പോൾ ഒരു തികഞ്ഞ യോദ്ധാവും അതുപോലെ തന്നെ ഒരുപാട് പോരാട്ടങ്ങൾ കണ്ടിട്ടുമുള്ള ഒരാളായതുകൊണ്ട് തന്നെ സർവ്വസൈന്യാധിപനായ ഭീഷ്മർക്ക് മനസ്സിലായി ആ വിഷമവും പരാജയത്തിൻ്റെ ഒരു വിഷമവും എല്ലാം കൂടെ ഇങ്ങനെ കയറിയിട്ട് പിന്നെ ഈ യുദ്ധഭൂമിയിലുണ്ടായതിൻ്റെ എഫക്റ്റും കൂടെയൊക്കെ കാരണം ഇങ്ങനെ ഒന്ന് വിറച്ചിരിക്കുകയാണ്, ആൻഷ്യസ് ആയിട്ടിരിക്കുകയാണെന്ന് ഭീഷ്മർക്ക് മനസ്സിലായി. എന്നിട്ട് ഭീഷ്മർ വ്യക്തമായി തൻ്റെ ചെറുമോനോട് പറഞ്ഞു കൊടുക്കുകയാണ് കാര്യങ്ങൾ. മോനെ, നിന്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട് പാണ്ഡവരുടെ പടയെ പിളർന്ന് ഞാൻ അകത്ത് കയറും, അവരെ തകർക്കും. അതിലൊരു സംശയം വേണ്ട, അതിന് ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി ശ്രമിച്ചിരിക്കും. പക്ഷേ നിൻ്റെ നല്ലതോർത്തിട്ട് ഞാനൊന്നും നിന്നിൽ നിന്ന് മറച്ചു വയ്ക്കത്തില്ല. അതുകൊണ്ട് ഞാൻ പറയുന്നത് നീ വ്യക്തമായി കേട്ടുകൊള്ളുക. അവരുടെ കൂടെയുള്ള യോദ്ധാക്കൾ എല്ലാവരും ശക്തരാണ്. ഈ മഹാരഥന്മാരെല്ലാവരും ശക്തരാണ്. അവർക്ക് നല്ല ആയുധങ്ങളുണ്ട്, അവർക്ക് നിൻ്റെ അടുത്ത് നല്ല ദേഷ്യമുണ്ട്, അവർ പാണ്ഡവരുടെ കൂടെ കൂടിയിട്ടുമുണ്ട്. അതുപോലെ തന്നെ അവരെ തോൽപ്പിക്കുക എന്ന് പറയുന്നത് കുറച്ച് പാടുള്ള കാര്യമാണ്. പിന്നെ ഈ പാണ്ഡവർ, അവർക്ക് നിൻ്റെ അടുത്ത് നല്ല ദേഷ്യമുണ്ട്, അവരെയും തോൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് പാടുള്ള കാര്യമാണ്. സത്യസന്ധമായിട്ട് ഞാൻ പറയട്ടല്ലോ എന്നും പറഞ്ഞ് ഭീഷ്മർ കാര്യങ്ങൾ പറയുക. എന്നിട്ട് ഭീഷ്മർ പറഞ്ഞു, എന്നിരുന്നാൽ പോലും ഞാൻ എന്തൊക്കെ പഠിച്ചിട്ടുണ്ടോ, എൻ്റെ കഴിവ് എത്രത്തോളമാണോ അതിൻ്റെ അങ്ങേയറ്റം ഞാൻ നിനക്ക് വേണ്ടി പോരാടും. എന്നിട്ട് ഭീഷ്മർ പറഞ്ഞു, യുദ്ധഭൂമിയിൽ ഭീഷ്മരുടെ ജീവൻ രക്ഷിക്കാൻ നോക്കത്തില്ല, എതിർപക്ഷത്ത് വരുന്നവരെ തീർക്കാനേ നോക്കത്തുള്ളൂ. അതായത് രണ്ടും കൽപ്പിച്ച് ഭീഷ്മർ പോരാടുമെന്ന് ദുര്യോധനനോട് പറയുന്നു. എന്നിട്ട് പറഞ്ഞു, മോനെ, നിനക്ക് സന്തോഷവും സമാധാനവും നീ ആഗ്രഹിക്കുന്നതെല്ലാം ഞാൻ നേടിത്തരാം, ആ രീതിക്ക് ഞാൻ പോരാടും എന്ന് ഭീഷ്മർ ദുര്യോധനനോട് പറയുക. അപ്പോൾ തൻ്റെ അപ്പൂപ്പൻ പറഞ്ഞ ഈ ഒരു കാര്യം കേട്ടിട്ട് ദുര്യോധനൻ ഭയങ്കര ഹാപ്പിയായി. എന്നിട്ട് ദുര്യോധനൻ അടുത്ത ദിവസം തൻ്റെ സൈന്യത്തിന് ആജ്ഞകൾ കൊടുക്കുന്നു. ഗജസൈന്യത്തിനെയും അതുപോലെ തന്നെ കുതിരസൈന്യത്തിനെയും എല്ലാം ചട്ടയണിയിച്ച് തയ്യാറാക്കി നിർത്തുന്നു. യുദ്ധഭൂമിയിൽ അവർക്ക് നിശ്ചിതമായിട്ടുള്ള സ്ഥലത്തേക്ക് പോകാനായിട്ടുള്ള ആജ്ഞകൾ കൊടുക്കുന്നു. അവരെല്ലാവരും യുദ്ധഭൂമിയിലേക്ക് പോകാനൊരുങ്ങുന്നു. കൗരവപക്ഷത്തിലുള്ള യോദ്ധാക്കൾ അവരുടെ വില്ലെടുത്ത് ഞാണൊലി കേൾപ്പിക്കുന്നു. രാജാക്കന്മാരുടെ അവരുടെ വില്ലിൻ്റെ ശക്തി നോക്കുന്നു. ഇവർ കുരുക്ഷേത്ര ഭൂമിയിലേക്ക് ഇങ്ങനെ നടന്നു പൊയ്ക്കൊണ്ടിരുന്നപ്പോഴത്തേക്കും ആകാശമാർഗം ഇങ്ങനെ പൊടിപടലങ്ങൾ പൊങ്ങുന്നു. ആ പൊടിപടലങ്ങളിൽ സൂര്യവെളിച്ചം തട്ടി സ്വർണ്ണമയമായി അതെല്ലാം തിളങ്ങുന്നു. അങ്ങനെ ഇതൊക്കെ സജ്ജമായെങ്കിൽ പോലും വീണ്ടും ദുര്യോധനൻ്റെ മുഖത്ത് ചിന്തകൾ വരുന്നതായിട്ട് ഭീഷ്മർ കണ്ടു. ഭീഷ്മർ പതുക്കെ ചെന്നിട്ട് ദുര്യോധനനോട് പറഞ്ഞു, ഞാൻ ദ്രോണർ, കൃപാചാര്യർ, അശ്വത്ഥാമാവ്, ശല്യർ, സാത്വതൻ, കൃതവർമാവ്, വികർണൻ, ഭൂരിശ്രവസ്, ജയദ്രഥൻ, ബിന്ദൻ, അനുബിന്ദൻ, ബാഹ്ലീകൻ്റെ സൈന്യം, അങ്ങനെ അവരുടെ കൂട്ടത്തിലുള്ള ഓരോ രാജാക്കന്മാരുടെയും സൈന്യങ്ങളുടെ എല്ലാം പേര് ഭീഷ്മർ ഇങ്ങനെ എടുത്തു പറയുകയാണ്. ഇവരെല്ലാവരും നിനക്ക് വേണ്ടി പോരാടാൻ തയ്യാറായി നിൽക്കുകയാണ്. നീ അനാവശ്യമായിട്ട് ഭയപ്പെടുകയൊന്നും വേണ്ട, നമ്മളെല്ലാവരും നിനക്ക് വേണ്ടി പോരാടാൻ തന്നെയാണ് തയ്യാറായി നിൽക്കുന്നത്. പക്ഷേ ഈ ഒരു സിറ്റുവേഷന് പോലും എല്ലാം ഞാനിങ്ങനെ പറയുമ്പോൾ നിൻ്റെ നല്ലതിനു വേണ്ടിയും കൂടെ കുറച്ച് കാര്യങ്ങൾ എനിക്ക് നിന്നോട് പറയാനുണ്ട് മോനെ, അതുകൂടെ നീ കേൾക്കുക. എന്നിട്ട് ഭീഷ്മർ പറഞ്ഞു, ഇവരെല്ലാവരും നമ്മുടെ കൂടെയുണ്ട്, അവർക്കെല്ലാം ദേവന്മാരെ പോലും ആക്രമിക്കാനും കീഴ്പ്പെടുത്താനും കഴിവുള്ള ആളുകൾ തന്നെയാണ്, അതുകൊണ്ട് നീ ഭയക്കണ്ട. പക്ഷേ നിൻ്റെ നല്ലതിനു വേണ്ടി എനിക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു കാര്യവും കൂടെ പറയണം. പാണ്ഡവരെ തോൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. അവരെ അങ്ങനെ എത്ര പെട്ടെന്ന് തോൽപ്പിക്കാൻ കഴിയത്തില്ല. പിന്നത് മാത്രമല്ല, അവരുടെ കൂടെ വാസുദേവനും കൂടെയുണ്ട്, ശ്രീകൃഷ്ണനും കൂടെയുണ്ട്. അവരെല്ലാവരും ദേവന്മാർക്ക് തുല്യം പോരാട്ട വീര്യമുള്ള ആളുകളാണ്. അവരുടെ കൂടെ വാസുദേവനും ഉണ്ട്. തോൽപ്പിക്കുക എന്ന് പറഞ്ഞാൽ പാടായിട്ടുള്ള കാര്യമാണ്. എന്നിരുന്നാൽ പോലും നീ പറയുന്നതെല്ലാം ഞാൻ കേൾക്കാം. ഞാൻ പാണ്ഡവരെ തോൽപ്പിക്കാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി ശ്രമിക്കാം. ഞാൻ പാണ്ഡവരെ തോൽപ്പിക്കും, അല്ലെങ്കിൽ അവരെന്നെ തോൽപ്പിക്കും. എന്ന് വെച്ചാൽ അത് തമാശയായിട്ട് വിചാരിക്കേണ്ട. ഭീഷ്മതി പറഞ്ഞതിൻ്റെ അർത്ഥം രണ്ടിലൊന്ന് നടത്തിയിരിക്കുമെന്നാണ്. അതായത് കട്ടയ്ക്ക് കട്ട കയറി അടിക്കും ഭീഷ്മരെന്ന് തന്നെയാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. അങ്ങനെ പറഞ്ഞിട്ട് ഭീഷ്മർ ദുര്യോധനനെ ഒന്ന് നോക്കി. അദ്ദേഹത്തിന് ക്ഷീണമുണ്ട് ദുര്യോധനന്. ഉടനെ തന്നെ ഭീഷ്മർ
വിശല്യകരണി എന്ന് പറയുന്ന അതിദിവ്യമായിട്ടുള്ള ഒരു ഔഷധം കൊടുത്തു. ഈ ഒരു പച്ചമരുന്നിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോഴത്തേക്കും നല്ല ഹീലിംഗ്, മുറിവുകളെല്ലാം പെട്ടെന്ന് ഉണക്കും, വേദനകളെല്ലാം അങ്ങ് പോവും. ആ ഒരു ഔഷധം ഭീഷ്മർ ദുര്യോധനന് കൊടുത്തു. ദുര്യോധനൻ അത് കഴിച്ചു. തൻ്റെ മുറിവുകളൊക്കെ പെട്ടെന്ന് ഉണങ്ങിത്തുടങ്ങി, വേദനകളെല്ലാം പോയി, ആളൊന്ന് ഉഷാറായി. എന്നിട്ട് അവർ 7-ാം ദിവസത്തെ യുദ്ധത്തിന് തയ്യാറായി യുദ്ധഭൂമിയിലേക്ക് ചെന്നു. ഭീഷ്മർ കൗരവ സൈന്യത്തിന് മണ്ഡലവ്യൂഹം ചമയ്ക്കാനായിട്ടുള്ള ഉത്തരവ് കൊടുക്കുകയും ചെയ്തു. പിന്നെ 7-ാം ദിവസം എന്തെല്ലാമായിരിക്കും സംഭവിച്ചത് അത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്തേക്കുക. നമ്മുടെ ചാനലിലേക്ക് നിങ്ങൾ ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നമ്മുടെ ചാനലിലെ കണ്ടന്റുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബന്ധുമിത്രാദികൾക്കും പറ്റുമെങ്കിൽ ശത്രുക്കൾക്കും ഒന്ന് അയച്ചു കൊടുക്കുക. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു കണ്ടന്റുമായി കാണുന്നത് വരെ